നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ കോൺഗ്രസിനായി പ്രചാരണത്തിനിറങ്ങില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ആയതിനാലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അച്ചു ഉമ്മൻ എത്തിയത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്താനാകില്ലെന്നുമുള്ള നിലപാടാണ് അച്ചു ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തുമെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു. മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അച്ചു ഉമ്മൻ ദുബായ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറ്റിംഗ് MP കൂടിയായ ആന്റോ ആന്റണിയാണ്. മുതിർന്ന CPIM നേതാവും 2 തവണ സംസ്ഥാന ധനമന്ത്രിയുമായ തോമസ് ഐസക്കാണ് LDFന്റെ സ്ഥാനാർത്ഥി. എന്തായാലും പത്തനംതിട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന ഒരു നിലപാട് കൂടി അച്ചു ഉമ്മൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കാരണം അത് താൻ അവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയാൽ അത് അനിൽ ആന്റണിക്കെതിരെയുള്ള ഒരു പ്രചാരണമായി മാറും. അനിൽ ആന്റണി തൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്കെതിരെ ഒരു പ്രചാരണം നടത്താൻ തനിക്കാകില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ അച്ചു ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് സംസാരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മറ്റാരും വന്ന് പ്രചാരണം നടത്തിയിട്ട് കാര്യമില്ലെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു. പിതാവ് AK ആന്റണി പ്രചാരണത്തിന് ഇറങ്ങുന്നത് ബാധിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി. 84 വയസ്സായ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ സജീവ നേതാക്കൾ 40 ദിവസം വന്നാലും കാര്യമുണ്ടാകില്ല. നരേന്ദ്രമോദി 1 മിനിറ്റ് സംസാരിച്ചാൽ മതി, വേറെ ആരും വന്നിട്ട് കാര്യമില്ല എന്നും അനിൽ ആന്റണി പറഞ്ഞു. ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഭരണകൂടത്തിന്റെ മൗന അനുവാദമുണ്ടെന്ന സീറോ മലബാർ സഭാ വക്താവിന്റെ പ്രസ്താവനയും അനിൽ ആന്റണി തള്ളി. മണിപ്പൂരിലുള്ളത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നാണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതനായ വക്താവ് പറഞ്ഞത്. സഭയുടെ എല്ലാവരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം യാഥാർത്ഥ്യം അറിയാം. അവർക്കെല്ലാം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമുണ്ട്. ഇന്ത്യയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം BJPയോ സഖ്യകക്ഷികളോ ആണ് ഭരിക്കുന്നത്. അത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണെന്നും അനിൽ ആന്റണി പറഞ്ഞു. പിതാവിൻ്റെ അനുഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു മകൻ എന്ന നിലയിൽ മാതാപിതാക്കളുടെ എല്ലാവിധ അനുഗ്രഹവും തനിക്കുണ്ടെന്നാണ് വിശ്വാസമെന്നും അനിൽ ആന്റണി പറഞ്ഞു. രാഷ്ട്രീയപരമായി 2 അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ, എന്നാൽ വ്യക്തിപരമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല എന്നും അനിൽ ആന്റണി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.